Hey all, so let's discuss which is better. Whole fruits ആണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആണോ? പൊതുവെ ഒരു ഫ്രൂട്ടിനെ നമ്മൾ ഒരു ഹൈ ഫൈബർ ആയിട്ടാണ് വിശേഷിപ്പിക്കാറ്. പക്ഷെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് അത് കുടിക്കുന്ന സമയത്ത് അതിന്റെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതൊരു കംപ്ലീറ്റ് ഷുഗർ വാട്ടർ ആയിട്ടാണ് ഉണ്ടാവുക. സോ നമ്മൾ അത് ഡെയിലി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ സ്പൈക്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഇതേ നമ്മളൊരു ഹോൾ ഫ്രൂട്ട് ആണ് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ ഫ്രൂട്ട്സ് നമുക്ക് ഫൈബർ നഷ്ടപ്പെടാണ്ട് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കാരണം നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഷുഗർ സ്പൈക്സും വരാൻ ചാൻസസ് ഇല്ല. പൊതുവെ ഒരു ഫ്രൂട്ട് ജ്യൂസസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫ്രൂട്ട് അല്ല യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഒക്കെ നമ്മൾ കുടിക്കണമെങ്കിൽ 4 ഫ്രൂട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. സോ അങ്ങനെ 4 ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 4 ഫ്രൂട്ടിന്റെ ഷുഗർ സ്പൈക്സ് അതിൽ വരും. പക്ഷെ നമ്മൾ ഒരു ഫ്രൂട്ട് ആയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫ്രൂട്ട് മാത്രമേ കഴിക്കുള്ളൂ. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് ഹോൾ ഫ്രൂട്ട് ആണ് ബെറ്റർ. ബേസിക്കലി ഫ്രൂട്ട് ജ്യൂസസിൽ വരുന്നത് ഒരു ഫ്രക്ടോസ് ആണ് ആൻഡ് ഇത് നേരെ നമ്മുടെ ലിവറിലായിരിക്കും മെറ്റബോളൈസ് ചെയ്യുക. സോ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഫാറ്റി ലിവർ വരുന്നത്, ഡെയിലി ജ്യൂസ് കുടിക്കുന്ന ആൾക്കാർക്കും ഫാറ്റി ലിവർ വരും. പക്ഷെ അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരിക്കും. പക്ഷെ ഇതേ നമ്മളൊരു നോർമൽ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും ഇല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബേസിക്കലി ഫ്രൂട്ട് ഇസ് ഓൾവേസ് ഹെൽത്തി കാരണം അതിൽ വൈറ്റമിൻസ്, മിനറൽസ് ആസ് വെൽ ആസ് ഫൈബേഴ്സ് ഉണ്ട്. So now you decide which is better. Whole fruit ആണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ആണോ?